RYF ജില്ലാ കമ്മിറ്റി ഉപരോധം സംഘടിപ്പിച്ചു. കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ശോച്യാവസ്ഥയ്ക്കെതിരെയാണ് ഉപരോധം സംഘടിപ്പിച്ചത്. RYF സംസ്ഥാന സെക്രട്ടറി വിഷ്ണു മോഹൻ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ നടന്ന കോടികളുടെ അഴിമതിയും തീവെപ്പുമാണ് സർക്കാർ ആശുപത്രിയിലെ മരുന്ന് ക്ഷാമത്തിന് കാരണം. ആരോഗ്യമന്ത്രിയുടെ കഴിവില്ലായ്മയിൽ കേരളത്തിലെ ജനങ്ങൾ ദുരിതമനുഭവിക്കുകയാണ്. ജില്ലാ ആശുപത്രിയിലെ ഫാർമസിയിൽ മരുന്ന് തീർന്നിട്ട് രോഗികൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്നും വിഷ്ണു മോഹൻ പറഞ്ഞു. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഈ ഫാർമസിസ്റ്റ് വെറുതെ ഇരിക്കുകയാണ്. ഈ ഫാർമസിയിൽ ഒന്നിനും മരുന്നില്ല. പാരസെറ്റമോൾ പോലും നൽകാൻ ശേഷിയില്ലാത്ത ഫാർമസിയാണ് ഇന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിച്ചു വരുന്നത്. എന്തുകൊണ്ട് ഫാർമസിയിൽ മരുന്നില്ലാത്തത്? സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല കാരണം. നിങ്ങൾക്കറിയാമല്ലോ, ഉളിയക്കോവിൽ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ ഗോഡൌൺ കത്തിയത്. മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് വിതരണം ചെയ്യുന്നതിന്റെ അഴിമതി നടത്തി. വീണ ജോർജും CPIM-ഉം പിണറായി വിജയനും മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴി കോടികൾ അഴിമതി മുക്കി നക്കിയതുകൊണ്ടാണ് പാവപ്പെട്ട രോഗികൾക്ക് ഇന്ന് മരുന്നില്ലാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ കൊല്ലം ജില്ലയിലെ കേരളത്തിലെ മുഴുവൻ സർക്കാർ ആശുപത്രികളുടെ ഫാർമസികൾ മാറിയതെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ സർക്കാർ ആശുപത്രികളിൽ ജീവൻ രക്ഷാ മരുന്നുകൾ പോലും ഇന്നലെ കൊട്ടാരക്കരയിൽ കണ്ടതല്ലേ താലൂക്ക് ആശുപത്രിയിൽ. RYF കൊല്ലം ജില്ലാ പ്രസിഡന്റ് F സ്റ്റാലിൻ അധ്യക്ഷത വഹിച്ചു. RYF ജില്ലാ സെക്രട്ടറി സുഭാഷ് എസ് കല്ലട, സംസ്ഥാന കമ്മിറ്റി അംഗം R വൈശാഖ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ഷമീർ ചേരിക്കോണം, ഉല്ലാസ് ശക്തികുളങ്ങര, ജില്ലാ നേതാക്കളായ ത്രിദീപ് ആശ്രാമം, റഫീഖ് വെട്ടുവിള, ആര്യാദേവി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.